ഒരു വർഷം മുന്നേ ഒരു ഇലക്ട്രിക് കാർ എടുത്തിരുന്നു. അപ്പം പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോകുമ്പോൾ വോയിസ് സൈഡ് ചാർജിങ് സ്റ്റേഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. വാഴൂരിലെ ചാർജിങ് സ്റ്റേഷനാണ് മിക്കവാറും ചാർജ് ചെയ്തോണ്ടിരുന്നത്. കുമളിക്കൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പോകുന്നതാണ്. അപ്പം ഒത്തിരി അത്യാവശ്യമായിട്ട് തോന്നി ചാർജിങ് സ്റ്റേഷൻ ഇക്കാലത്ത് ഇഷ്ടംപോലെ വണ്ടികളും തിരികുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി അവിടെ എടുത്തുകൊണ്ട് വരേണ്ട സിറ്റുവേഷനാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സ്വല്പം സ്ഥലം ഉണ്ടായിരുന്നു, വെറുതെ കിടക്കുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവും, നമുക്കൊരു വരുമാനം ഉണ്ടാവും. ഇപ്പോൾ റിട്ടയർമെൻ്റ് ഒക്കെ അടുത്തിരിക്കുന്നു, അപ്പം നമുക്കൊരു വരുമാനം അത്യാവശ്യം തോന്നി. ഒബ്ജക്ഷൻസ് ഉണ്ടായിരുന്നു തുടങ്ങുന്നതിന്. ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. കുറച്ച് തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റോട് നമുക്ക് നഷ്ടമാണ് ലാഭമാണെന്നുള്ളതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം എന്തായാലും ദൈവത്തിൽ വിശ്വസിച്ച് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. വണ്ടികളുടെ എണ്ണം കുറഞ്ഞാൽ തന്നെ അത് അവർ ഫുൾ ചാർജ് ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് നഷ്ടം വരുന്നില്ല. ഞങ്ങൾ എടുത്തതിന് ശേഷം ഇഷ്ടംപോലെ വണ്ടികൾ പെരുകി. ആദ്യകാലത്ത് ഞങ്ങൾ എടുക്കുന്ന സമയത്ത് ഇച്ചിരി വണ്ടി കുറവായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 6 മാസമായപ്പോൾ തുടങ്ങിയിട്ട് 6 മാസം കൊണ്ട് ഇഷ്ടംപോലെ വണ്ടികൾ ഞങ്ങൾ വാഴയിൽ കാണുന്നു, നമ്മുടെ ഫ്രണ്ടിലും വരുന്നുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇപ്പം നമ്മുടെ സാമ്പത്തികങ്ങൾ മെച്ചപ്പെട്ട് കഴിയുമ്പോൾ അപ്ഗ്രേഡ് ചെയ്താലും നമുക്ക് നഷ്ടമില്ല. ഇതിലൊക്കെ ഉണ്ട്. ഇതിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. KCB നമുക്കിവിടെ ഫീസിബിലിറ്റി കിട്ടാൻ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഫീസിബിലിറ്റി കിട്ടാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നും ഞങ്ങൾ KCBയിൽ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് സന്തോഷമായിരുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പൈസ കൊടുത്തു. അതനുസരിച്ച് ബാക്കി സ്റ്റെപ്പുകളെല്ലാം നീങ്ങി. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങി. ഫെബ്രുവരിയിലാണ് ഞങ്ങൾ ഉദ്ഘാടനം നടത്തിയത്. അതിന് മുമ്പ് ഒരു ഡിസംബറോടുകൂടി എല്ലാ പ്രൊസീജിയേഴ്സ് എല്ലാം തീർന്നായിരുന്നു. നല്ല പക്ക സർവീസാണ്. എല്ലാവരും സ്റ്റാഫുകളാണേലും നല്ല പെരുമാറ്റം. ഒത്തിരി ആൾക്കാരുമായിട്ട് കോൺടാക്ട് ഉണ്ടായിരുന്നു. അതിനെല്ലാം വിളിക്കുമ്പോഴേ അന്നേരം എടുക്കും. കസ്റ്റമർ കെയർ ആയാലും അന്നേരം ഏത് പതിലേക്ക് വിളിച്ചാലും ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ പല ചാർജിങ് സ്റ്റേഷൻസ് തുടങ്ങിയെന്ന് പറഞ്ഞാലും വോയിസിൻ്റെ എത്ര ഒന്നും വരത്തില്ല. ആൾക്കാർക്കെല്ലാം വോയിസോട് തന്നെയാണ്. റേറ്റിൻ്റെ കാര്യത്തിലും എല്ലാം വോയിസ് തന്നെയാണ് എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ട് എല്ലാവരും വോയിസ് അന്വേഷിച്ചാണ് വരുന്നത്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ പൈസ കൊണ്ട് പിന്നെ ബാങ്കിൽ കൊണ്ട് ഇടുന്നതിനേക്കാളും ഒത്തിരിയേറെ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മുന്നോട്ട് പോകുന്നതോറും ഏതായാലും ഒത്തിരിയേറെ കറണ്ട് വണ്ടികളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ഒന്നും പേടിക്കണ്ട എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ആദ്യം എതിർപ്പായിരുന്നു. ഇപ്പോൾ പുള്ളി ഹാപ്പിയാണ്. വണ്ടികളുടെ എണ്ണം കുറവായിരിക്കും. നമ്മൾ പൈസ വിട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ബാങ്ക് ഇൻട്രസ്റ്റ് പോലും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു പുള്ളി എന്നോടത് പറയുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുള്ളി ഹാപ്പിയാണ്. വരുന്ന വണ്ടികളൊക്കെ ഫുൾ ചാർജ് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കലും നഷ്ടമായിട്ട് തോന്നുന്നില്ല.